പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 24 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്ത രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്നത് ഭാഷാവരത്തെക്കുറിച്ചാണ്. ആൾക്കാർക്ക് എപ്പോഴും കർസ്മാറ്റിക് ആധ്യാത്മിക സരണികളെ വിമർശിക്കുന്നവർക്ക് മനസ്സിലാകാത്തത് ഭാഷാവരമാണ്. ഭാഷാവരം എന്ന് പറഞ്ഞാൽ ഭാഷാവരം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി വരണത് ഈ രോഗശാന്തിപരവും ഭാഷാപരമായിട്ടാണ്. അവൻ ഡെലിവറൻസും ഭാഷാപരമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതിനാൽ ആത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മധ്യസ്ഥം വഹിക്കുകയാണെന്നില്ല. റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആത്മാവിൻ്റെ സഹായമാണ് ഈ ഭാഷാപരമായിട്ട് വരണം. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, നമുക്കറിയത്തില്ല. എന്നാൽ അവാച്യമായ നെടുവീർപ്പിനാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഭാഷാപരത്തിൽ ഒരു സിലബിൾ ഉണ്ടാവും, നോൺസെൻസ് സിലബിൾ ഉണ്ടാവും അല്ലേ? ഇപ്പം കൃപാസനത്തിലൊക്കെ ഉപയോഗിക്കണ യാ സിരിയ അലാബി, അത് എപ്പോഴും കിട്ടണമല്ലത്. ഏതെങ്കിലും ഒരു അഭിഷേക സമയത്ത് എനിക്ക് വേണ്ട 2000 അടുത്ത അല്ലെങ്കിൽ ഈ നമ്മുടെ കടലോര കൃപാവരിഞ്ഞ കാലത്ത് കിട്ടിയതാണത്. എപ്പോൾ കിട്ടി ഞാൻ ഇപ്പോഴും ഓർക്കണില്ല. പക്ഷേ ഭാഷാപരത്തിൻ്റെ ഒരു രീതി എന്ന് പറയണത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിച്ചാൽ മതി. അല്ല ഓരോ സമയത്തും ഓരോ ഭാഷാപരം അറിഞ്ഞു കിട്ടത്തില്ല. മറിച്ച് ഒരു ഭാഷാപരത്തിൻ്റെ സിലബിൾ കിട്ടിയാൽ അത് പിന്നീട് ഉപയോഗിക്കുമ്പോൾ, വിശ്വാസത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ എന്താ പ്രോബ്ലം വെച്ചാൽ ഇപ്പോൾ ഒരാൾ പനിയാണെന്നും പറഞ്ഞ് വരുന്നത്, അപ്പം നമ്മൾ അവരെ പ്രാർത്ഥിക്കുന്നത്. പനിയാകണം നിർബന്ധമില്ല, വല്ല മഞ്ഞപ്പിത്തവരായിരിക്കും, അറിയത്തില്ലല്ലേ. അപ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ കഥയൊക്കെ വെച്ചുകൊണ്ട് ഭാഷാപരത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആത്മാവ് തന്നെ ആ യഥാർത്ഥ രോഗം വിവേചിച്ചിട്ട് കർത്താവിൻ്റെ തിരുസന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഇതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എടുക്കാൻ പോകുമ്പോഴും ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഭാഷാപരത്തെ കിട്ടിയാൽ നല്ലതാണ് ഭാഷാപരം. അല്ലെങ്കിൽ ഭാഷാപരം കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നവരെ നല്ലത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവാണ്. അത് പിന്നെ ആ കുഴപ്പമില്ല. കാര്യം അതിൻ്റെ അകത്ത് ദൈവം തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ അറിഞ്ഞല്ല പ്രാർത്ഥിക്കണമെങ്കിലും കർത്താവ്, ഞാനൊരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറുക്കനെ കാണാൻ പോവുകയാണ്, എനിക്കറിയത്തില്ല, നീ തന്നെ അത് സെലക്ട് ചെയ്യണം, എനിക്ക് പറ്റാത്തതാണ്, എൻ്റെ കുടുംബത്തിൽ പറ്റാത്തതാണെങ്കിൽ നീ അത് ഒഴിവാക്കണം എന്ന് പറയുന്നതിന് പകരം സുഖസ്ഥങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈ കേസ് എടുത്താലും എൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങയുടെ അത് സ്വീകരിക്കാതിരിക്കുന്നതല്ല, സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഇപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഓപ്പൺനെസ് സ്പിരിറ്റുണ്ട്. പ്രാർത്ഥനയ്ക്ക് അന്തിമ തീരുമാനം കർത്താവിൻ്റെതായിരിക്കും. അത് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഭാഷാവരം എന്ന് പറയുന്നത്. പക്ഷേ ഭാഷാവരം അങ്ങനെ ക്വാളിറ്റിയുള്ള മറ്റു വരങ്ങളെപ്പോലെ അല്ലെന്ന് സെൻറ്റ് പോളും ആദിമസഭയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ആക്രാന്തം മൂത്ത് ഭാഷാവരം ഇല്ലെങ്കിൽ എനിക്ക് കൃപ കിട്ടില്ലെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ തന്നെയും ദൈവസ്നേഹത്തോടെയും വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് അതിലും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഭാഷ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. കിട്ടുന്നില്ലെങ്കിൽ കിട്ടാൻ വേണ്ടി കിടന്നുകൊണ്ട് മത്സരം പിടിക്കുകയോ വെബ്രാളം കാണിക്കുകയോ അല്ലെങ്കിൽ അഭിനയിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാര്യം ഭാഷാപരം പറഞ്ഞാണ് സഭയെ മറ്റുള്ള ആൾക്കാർ പലരും അവമതിക്കണത്. ചില ആൾക്കാരുടെ ഭാഷാപരം കേട്ട് കഴിഞ്ഞാൽ അത് കോമഡി പോലെ തോന്നുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്തുമൊക്കെ സത്യസന്ധമാണോ എന്ന് നമുക്കറിയത്തില്ല, നമുക്ക് വിധിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാലും മതി. പക്ഷേ അതിൻ്റെ അകത്ത് വിശ്വാസം ഉണ്ടാകണം,
പ്രത്യാശ ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം. പക്ഷേ അതിനേക്കാളുപരി വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തിലും ഒരു പ്രാർത്ഥനയും ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല. ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സമർപ്പണം വേണം. സമർപ്പണം എന്ന് പറയുന്നത് ദൈവ മനസ്സിനുള്ള സമ്പൂർണ്ണമായ കീഴ്വഴങ്ങലാണ്. അതിന് തയ്യാറായിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ അന്തിമ തീരുമാനം എൻ്റെ കർത്താവിൻ്റെതാണെന്ന് പറയുന്നവർക്കാണ് ദൈവം അതിൻ്റെ ഉത്തരം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.